സാവിത്രി, ഞാനൊന്ന് ഹോസ്പിറ്റൽ വരെ പോയിട്ട് വരാം. യു റിലാക്സ്. ശരി. നമ്മുടെ ഔട്ട് ഹൗസിൽ താമസിച്ചിരുന്ന പേഷ്യൻ്റ് അല്ലേ രാമാനന്ദം, അയാളുടെ റിലേറ്റീവ്സ് ഒന്ന് കൂട്ടിക്കൊണ്ട് പോയി. ഡോക്ടറെ നേരിട്ട് കാണാൻ വേണ്ടി അടുത്ത ആഴ്ച അവരിങ്ങോട്ട് വരുന്നുണ്ട്. അത് ശരി. ദെൻ പിന്നെ വേറൊരു ഗ്ലാഡ് ന്യൂസ് ഉണ്ട്. നമ്മുടെ 36 വിനോദ്, ഹീസ് കംപ്ലീറ്റ്ലി ക്യൂർഡ്. ഈസ് ഇറ്റ്? അതൊരു അത്ഭുതമായിരിക്കുന്നല്ലോ. വിത്തിൻ മന്ത്സ്. കൺഗ്രാറ്റുലേഷൻസ്. കൺഗ്രാറ്റുലേഷൻസ് പറയേണ്ട എന്നോടല്ല, ക്രെഡിറ്റ് ഗോസ് ടു സാവിത്രി. വിനുവിന്റെ ബ്രദറിനെ ഇൻഫോം ചെയ്തിട്ടുണ്ട്. ഗുഡ്. മോളെ, ഹരി അവിടെ ബോറടിച്ചിരിക്കുന്നുണ്ടാവും. തന്നെയല്ല, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില കാര്യങ്ങളെക്കുറിച്ച് തീരുമാനിക്കാനുമുണ്ട്. പിന്നെ ഉണ്ണി, വയറൊക്കെ ഒന്ന് കഴുകി ശുദ്ധിയാക്കി വെച്ചോളൂ. താമസിയാതെ ഒരു സ്റ്റൈലൻ സദ്യ കൊണ്ടേണ്ടി വരും. അല്ലേ മോളെ? രാത്രി ഉണ്ണി വീട്ടിലേക്ക് വരണം. വി വിൽ ഹാവ് എ നൈസ് ഡിന്നർ. ഹരി വന്ന ദിവസമല്ലേ? വാ മോളെ. ഒരു ജന്മം കഴിഞ്ഞതുപോലെ, അന്ന് ബാക്കിയിടുന്നതൊക്കെ അനുഭവിച്ചറിയാൻ പുതിയൊരു ജന്മം കിട്ടിയതുപോലെ. ഇതൊന്നും സ്വപ്നമല്ലെന്ന് വിശ്വസിക്കാൻ ഇനി എനിക്ക് പറ്റുന്നില്ല. ഉറക്കം വരാതെ കിടക്കുമ്പോൾ ചിലപ്പോൾ തോന്നും എല്ലാരെയും പറ്റിച്ച് ജീവിതകാലം മുഴുവൻ ഇങ്ങനെ ഭ്രാന്തനായിട്ട് ഇവിടെ തന്നെ കഴിഞ്ഞാലോ എന്ന്. ഇവിടം വിട്ടുപോകാൻ എനിക്ക് മനസ്സ് വരുന്നില്ല. ഉണ്ണിയേട്ടൻ, അപ്പൂപ്പൻ, പിന്നെ എന്നെ ഒറ്റയ്ക്ക് ഇവിടെ വിട്ടിട്ട് പോവോ? ഒന്നറിഞ്ഞാ കൊള്ളാം. സാവിത്രിക്ക് എന്തേ എന്നെ ഇഷ്ടായത്? എനിക്കറിയില്ല. ഞാൻ ഓർക്കുന്നില്ല എപ്പോഴാണ് അതിന്റെ തുടക്കമെന്ന്. മുൻപൊരിക്കലും അനുഭവമില്ലാത്തൊരു തുള്ളിച്ചാട്ടം എന്റെ മനസ്സിലുണ്ടായി. വിനു കൊണ്ടുവന്ന കുപ്പിയോളകളില്ലേ, അത് നിരത്തി ഞാൻ വിനുവിന്റെ പേര് എഴുതി. അതിൽ വെറുതെ ഉറങ്ങാൻ നോക്കിയിരുന്നു. വിനുവിന്റെ ആ ഡയറി ഇല്ലേ, അതിലെ പേജുകൾ ഞാൻ കൂടെ കൂടെ മറിച്ചു നോക്കും. ഒരു ദിവസം എല്ലാ പേജുകളിലും ഞാൻ വിനുവിന്റെ ചിത്രം കണ്ടു, എന്റെയും. പിന്നെ എന്റെ മുറിയിൽ വിനുവിനെ ട്രീറ്റ് ചെയ്യാൻ ഞാൻ എഴുതി വെച്ച ആ വാക്കുകളില്ലേ, അതിന്റെയൊക്കെ അവസാനം ഞാൻ വിനുവിനെ എഴുതി ചേർത്തു. ഹോസ്പിറ്റലിൽ വിനു ഉള്ളപ്പോ സന്ധ്യ ആവരുതെന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. വീട്ടിൽ രാത്രിയായ വെളുക്കാനുള്ള വെപ്രാളമായിരുന്നു എനിക്ക്. വിനുവിനറിയോ, ക്ലോക്കിന്റെ സൂചി തിരിച്ച് നേരം വെളുപ്പിക്കാൻ നോക്കിയിട്ടുണ്ട്. ഞാൻ ആലോചിച്ചു, എന്താ എനിക്ക് ഇങ്ങനെയൊക്കെയെന്ന്. ഒന്നുകിൽ ഐ വാസ് എ സ്റ്റുപ്പിഡ് ഗേൾ, അല്ലെങ്കിൽ ഐ തിങ്ക് ഇറ്റ്സ് ബിക്കോസ് ഐ ലവ് യു. இங்கேதான் ചവിട്ടേ. ഞാൻ ഏത് ഷേപ്പിൽ തിരിച്ചു വരുമെന്ന് എനിക്ക് നിശ്ചയമില്ല. ഏത് ഷേപ്പിൽ തിരിച്ചു വന്നാലും തന്നെ വീട്ടിൽ കൊണ്ടുവന്ന് വിടണം, കേട്ടോടെ?
ആരുമെങ്കിൽ ഇല്ലേടേ? വയ്യ ഇരിക്ക സാർ. കൂപ്പിട്ടടേ. നാരായണ. ഓ നമസ്കാരം സാർ. സാറിനെ കണ്ട് അവസാനമായിട്ടൊന്ന് അപേക്ഷിക്കണമെന്ന് വിചാരിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറേയായി. ഒരബദ്ധം പറ്റിപ്പോയി. സാർ എന്നെ ഒന്ന് തിരിച്ചെടുക്കണം. സാധ്യമല്ല. അയ്യോ, അങ്ങനെ ഒരു അവസാന വാക്ക് പറയരുത്. ഞാനൊരു തീരുമാനമെടുത്താൽ അതിന് മാറ്റം ഉണ്ടാവില്ലെന്ന് എനിക്കറിയാമല്ലോ. അപ്പോ സാറ് തീരുമാനിച്ചു കഴിഞ്ഞു? അതെ. അല്ല, എനിക്കറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക, താൻ ആരുവാ? നാരായണ. പൂരായണ പോവേ. തനിക്കൊരു വിചാരമുണ്ട് താ ഏതോ കോപ്പിലെ വലിയ രാജാവാണ്. താൻ ഒരു പുല്ലുമല്ല. 1-2 ദിവസം ലണ്ടനിൽ പോയി ഏതോ ഒരു ഓന്തൻ റിച്ചാർഡ് സാഹിബിന് അരിവെച്ചു കൊടുത്ത് കിട്ടിയ കാശ് കൊണ്ട് ഒരു പഴയ കൊട്ടാരം വാങ്ങി അവിടെ ഒരു ആശുപത്രിയും തുടങ്ങി അവിടെ പ്രാന്തമാരെ പട്ടാളത്തിട്ട പഠിപ്പിക്കുന്ന ഒരു വിവരം കെട്ട പന്ന റാസ്കലല്ലേ താൻ? തന്നെ ഞാൻ 10 പറയണമെന്ന് വിചാരിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. താനൊക്കെ മറ്റേ ചിട്ടയുടെ ആളല്ലേ, മിലിറ്ററി. പക്ഷേ ഞങ്ങൾ ജോലിക്കാരെ ചിട്ട പഠിപ്പിക്കുന്നതിന് മുമ്പ് താൻ തന്റെ മോളെ നിലയ്ക്ക് നിർത്തണം. യൂക്കാലിപ്റ്റസ് മരത്തിനിടയിൽ പരസ്പരം കെട്ടിപ്പുണർന്ന് മരം ചുട്ടി ഓടുന്ന 2 യുവ മിഥുനങ്ങളെ ഞാൻ കണ്ട്. തന്റെ സ്വന്തം മോളും തന്റെ ആശുപത്രിയിലെ വാക്തനും. അനാവശ്യം പറയരുത്. അവരുടെ ആവശ്യം തനിക്ക് അനാവശ്യമായിരിക്കും. ഞാൻ കണ്ടതേ പറഞ്ഞുള്ളൂ. തന്നോട് മാത്രമല്ല, ഈ നാട്ടിലുള്ള എല്ലാവരോടും ഞാൻ പറയുകയും ചെയ്യും. ഇനി ഒരു മൈക്കും ഒരു സൈക്കിളും എടുത്തോണ്ട് ഞാൻ ഇറങ്ങാൻ പോവാ. രവീന്ദ്ര, തന്നെയും തന്റെ മോളെയും ഈ നാട്ടിൽ ഈ നാരായണൻ നാറ്റിച്ചില്ലെങ്കിൽ തന്റെ പേര് തന്റെ പട്ടിക്ക് താനിട്ടോ. അറിയോ? പോട്ടെ സാർ. അയ്യോ ഹരി. ഡോക്ടർ ഉണ്ണികൃഷ്ണൻ റൂമിലേക്ക് വരാൻ പറയും. ശരിയാവും. താനിവിടെ ഉണ്ടല്ലോ എന്നുള്ള ധൈര്യത്തിലാണ് പലപ്പോഴും ഞാൻ ഇവിടുന്ന് വിട്ടു നിൽക്കാറുള്ളത്. ഹോസ്പിറ്റലിന്റെ കാര്യത്തിൽ മാത്രമല്ല, സാവിത്രിയുടെ കാര്യത്തിലും തനിക്കൊരു ഉത്തരവാദിത്വം ഉണ്ടാവും ഞാൻ വിശ്വസിച്ചു. പരിചയപ്പെട്ട കാലം മുതൽ നമ്മൾ അങ്ങനെയാണ് ജീവിച്ചത്, അല്ലേ? എന്റെ മകളെക്കുറിച്ച് ഞാൻ ഒരു വൃത്തികെട്ട കഥ കേട്ടു. അത് ശരിയാണോ എന്നറിയാനാണ് ഞാൻ ഉണ്ണിയെ വിളിപ്പിച്ചത്. ശരിയാണോ എന്ന്. വൃത്തികെട്ട കഥകളൊന്നും സാവിത്രിയുടെ കാര്യത്തിൽ ശരിയായിരിക്കില്ല. പിന്നെ ഒരു ഡോക്ടറും പേഷ്യന്റും എന്നതിൽ കവിഞ്ഞ് അവർക്ക് എന്ത് ബന്ധം അവനുമായുള്ളത്? ഉണ്ണിയാണ് ഉത്തരം പറയേണ്ടത്. സാവിത്രിയോട് ചോദിച്ചില്ലേ? ഇല്ല, എനിക്ക് അവളോട് ചോദിക്കണ്ട. എനിക്കറിയേണ്ട സത്യമാണ്. വിനുവിന്റെ അസുഖം ഭേദമായെങ്കിൽ അതിന്റെ പരിപൂർണ ഉത്തരവാദിത്വം സാവിത്രിക്കാണ്. പക്ഷേ അതിങ്ങനെ ഒരു നിലയിലേക്ക് വളരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതല്ല. ഈ സ്ഥാപനത്തെക്കുറിച്ച്, എന്റെ മകളെക്കുറിച്ച് എനിക്ക് എന്തൊക്കെ സ്വപ്നങ്ങളാ ഉണ്ടായിരുന്നെന്ന് ഉണ്ണിക്കറിയാമല്ലോ. ഉണ്ണി, ഉണ്ണിക്ക് സാവിത്രിയോട് ഒന്ന് സംസാരിക്കാം. ഇനി അതുകൊണ്ട് കാര്യമില്ല. വല്ലാതെ വൈകി. നോ,
ഐ വോണ്ട് അലൗ ദിസ്. ഐ വിൽ നെവർ അലൗ ദിസ്. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. സാവിത്രി, ആരായി വിനു? ചോദിച്ചു കേട്ടില്ലേ വിനു ആരാണെന്ന്? ഹോസ്പിറ്റലിലെ ഒരു പേഷ്യന്റ്. താനും അവനുമായി പേഷ്യന്റും ഡോക്ടറും തമ്മിലുള്ള ബന്ധമുള്ളോ? അല്ല. പിന്നെ എനിക്ക് വിനുവിനെ ഇഷ്ടമാണ്. ദാറ്റ് മീൻസ് യു ലവ് ഹിം, യു വാണ്ട് ടു മാരി ഹിം, അല്ലേ? അതെ. നമ്മൾ തമ്മിലുള്ള ബന്ധം എന്താണെന്ന് എനിക്കിപ്പോഴാ മനസ്സിലായി. വി ആർ ഗുഡ് ഫ്രണ്ട്സ്. അല്ലെങ്കിൽ തനിക്ക് ഇത്രയും ഫ്രാങ്ക് ആവാൻ കഴിയില്ലായിരുന്നു. എനിവേ, ഐ വിഷ് യു സക്സസ്. ഹരിയേട്ടാ, നോ, ചൊക്കാന്ന് വിളിച്ചാൽ മതി. ഇമോഷണൽ ആവുമ്പോ ഈ ഫോർമാലിറ്റീസ് ഒന്നും വേണ്ട. അമ്മയും അച്ഛനെയും കണ്ട ഓർമ്മ എനിക്കില്ല. പക്ഷേ അതിന്റെ വിഷമം ഞാൻ അറിഞ്ഞിട്ടുമില്ല. കാരണം അമ്മാവൻ എനിക്ക് എന്ന സ്നേഹം അതാണ്. തന്നെ കല്യാണം കഴിച്ച് എന്റെ ഫ്രണ്ട്സിന്റെയൊക്കെ മുമ്പിൽ കൊണ്ടുപോകുമ്പോ ഇതെന്റെ ഭാര്യ ചൊക്കിയെന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നതും പോടാ ചൊക്കാൻ താൻ വിളിക്കുന്നതും എന്റെ ഫ്രണ്ട്സ് അന്തം വിടുന്നതും ഒക്കെ ഞാൻ ആലോചിച്ചിട്ടുണ്ട്. ഏതായാലും ഇനി അങ്ങനെ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യണ്ടെന്ന് ഓർക്കുമ്പോ സന്തോഷമുണ്ട്. അമ്മ മോതിരിടാൻ പറഞ്ഞപ്പോ ഞാൻ എതിർത്തില്ല. അനുസരിച്ചില്ലെങ്കിൽ അത് നന്ദിയേടാവില്ല. പിന്നെ എല്ലാം കഴിഞ്ഞപ്പോ നിന്റെ മറ്റൊരു മുഖം കാണാൻ ഞാൻ തയ്യാറായതാണ്. ഇനി അതിന്റെ ആവശ്യമില്ലല്ലോ. നിന്റെ ഒരാഗ്രഹങ്ങൾക്കും ഞാൻ ഒരിക്കലും ഒരു തടസ്സമാവില്ല. സാവിത്രി, എല്ലാം ഞാൻ നേരത്തെ കേട്ടു. പക്ഷെ ഒരല്പം മുമ്പാണ് വിശ്വസിച്ചത്. എനിക്കും തെറ്റുപറ്റാമെന്ന് ഞാൻ മനസ്സിലാക്കിയത് ഇപ്പോഴാണ് മോളെ. എല്ലാരും പറയാറുണ്ട് എനിക്ക് സ്നേഹിക്കാൻ അറിയില്ല. ശരിയാണ്. കാരണം എന്റെ മനസ്സിലുള്ള സ്നേഹം മുഴുവൻ നിനക്ക് മാത്രമായിട്ട് ഞാൻ തന്നുപോയി. പക്ഷേ അതെല്ലാം ഒരു ദിവസം രാവിലെ എന്റെ അനുവാദമില്ലാതെ തട്ടിത്തെറിപ്പിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചാൽ എന്നെ കൊണ്ട് താങ്ങാൻ കഴിയില്ല. ഞാനതിന് സമ്മതിക്കില്ല. അഥവാ നീ അതിന് ശ്രമിച്ചാൽ ഞാനൊരു ക്രൂരനായ അച്ഛനാകേണ്ടി വരും. ഐ വിൽ ബിക്കം എ ക്രൂവൽ ഫാദർ. Who told you to sit down? ഇരിക്കാൻ ആര് പറഞ്ഞു എന്ന്? ഐ എം സോറി. കോളേജിലൊക്കെ പഠിച്ചിട്ടുള്ളതല്ലേ. ഒരു മുറിയിലേക്ക് കടന്നു വന്നാൽ ഉടനെ ചാടിക്കയറി ഇരിക്കുക ചെയ്യുക, പ്രത്യേകിച്ചും നിങ്ങളെക്കാൾ പ്രായമുള്ള ഒരാളുടെ മുമ്പിൽ. ഇതൊക്കെ ഞാൻ സ്കൂളിൽ ചേരുന്നതിന് മുമ്പേ പഠിച്ച കാര്യങ്ങളാണ്. ഇവിടെ അങ്ങനെ ഒരു ഫോർമാലിറ്റി വേണ്ടെന്ന് തോന്നി. വേണം. നിങ്ങളിപ്പോ രോഗിയെല്ലാം തോന്നുന്നുണ്ടോ? യെസ്, ഐ ആം ആൻ ആബ്സല്യൂട്ട്ലി നോർമൽ പേഴ്സൺ. ഇത് തന്നെ ഒരു രോഗലക്ഷണമാണ്. എല്ലാ ഭ്രാന്തന്മാരും അങ്ങനെ പറയൂ, എനിക്ക് ഭ്രാന്തില്ലാന്ന്. ഐ ആം നോട്ട് മാഡ്. എനിക്ക് ഭ്രാന്തുണ്ടെന്ന് ആര് പറഞ്ഞു? അവനവന് സ്വയം തീരുമാനിക്കാൻ പിന്നെ ഞാൻ എന്തിനാ ഡോക്ടർ എന്ന് പറഞ്ഞ് ഇവിടെ ഇരിക്കുന്നത്? ഡോക്ടർ എന്ന് പറഞ്ഞാൽ ചിലർക്ക് അതൊരു സർവീസാണ്, ചിലർക്ക് അതൊരു തൊഴിൽ. ഡോക്ടർക്ക് അതൊരു ബിസിനസ് ആയിരിക്കും. സ്റ്റോപ്പ് ഇറ്റ്. ഈ സ്ഥാപനത്തെ അവമാനിക്കുന്ന രീതിയിൽ ആര് സംസാരിച്ചാലും ഞാനത് കേട്ടു നിൽക്കില്ല. സ്വബോധമുള്ളവനായാലും ഇല്ലാത്തവനായാലും. താൻ ആരുടെ റോമിയോയോ? മനസ്സിലായില്ല. കണ്ണി കാണുന്ന പെണ്ണുങ്ങളോടെല്ലാം പ്രേമം തോന്നുന്ന ഒരു മാനസിക രോഗമാണ്. അമ്മയായാലും സഹോദരിയായാലും ഡോക്ടറായാലും യു ആർ ജസ്റ്റ് ലൈക്ക് ആൻ ആനിമൽ. തർക്കിക്കാനൊന്നും ഞാനില്ല. പ്രത്യേകിച്ച് എന്നെക്കാൾ വിവരം കുറഞ്ഞവരോട് ഞാൻ സംസാരിക്കാറില്ല. ദാറ്റ്സ് മൈ പ്രിൻസിപ്പൽ. ഞാൻ പോയിക്കോട്ടെ. എങ്ങോട്ടാ? എന്റെ വീട്ടിലേക്ക്. എന്റെ ബ്രദർ വന്നില്ലേ? ഡോക്ടറുടെ ബില്ലൊക്കെ പേ ചെയ്തില്ലേ? പിന്നെന്താ? വിടണോ വേണ്ടോ എന്ന് തീരുമാനിക്കേണ്ടത് ഞാനാണ്. ഇയാളെ ഷോപ്പറിലേക്ക് കൊണ്ടുപോകും. എന്തിനെ? അത് ഞാനാ തീരുമാനിക്കുന്നത്.
ഡു യു തിങ്ക് ഹി ഈസ് നോർമൽ? നിങ്ങൾക്ക് വേണേ കൊണ്ടുപോവാം. No. Inform me when he's normal. ഇറ്റ് ഈസ് ക്രൂവൽ. വ്യക്തിപരമായ കാര്യങ്ങളും ഒരു ഡോക്ടറുടെ പ്രൊഫഷനും തമ്മിൽ കൂട്ടിക്കുഴയ്ക്കരുത്. ഡോണ്ട് മിക്സ് ഇറ്റ്. താങ്കൾ എന്താ ചെയ്യുന്നത്? മറ്റൊരു പേഷ്യന്റിനോടും ഇല്ലാത്ത താല്പര്യം തനിക്കെന്താ ഈ ചെക്കനോട്? ഉണ്ട ചോറിന് നന്ദി കാണിക്കണമല്ലോ. ജന്മയുടെ തലയ്ക്ക് സ്ഥിരമില്ലാത്ത മകന് ഒരു നല്ല പെണ്ണിനെ കണ്ടുപിടിച്ചു കൊടുക്കേണ്ട ചുമതലയും നമുക്കുള്ളതാണല്ലോ, അല്ലേ? സാർ, ഇപ്പോഴത്തെ അവസ്ഥയിൽ അതൊന്നും പറഞ്ഞാൽ മനസ്സിലാകുന്ന കാര്യങ്ങളല്ല. എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടി ഞാൻ പറയുകയാണ്. വിനുവിനെ വേഗം വീട്ടിലേക്ക് പറഞ്ഞു വിടണം. നോ. രോഗം മുഴുവനായി ഭേദപ്പെട്ടു എന്ന് എനിക്ക് പൂർണ്ണമായും വിശ്വാസം വരാതെ ഒരു രോഗിയെ ഞാൻ പറഞ്ഞയക്കില്ല. കണ്ണടച്ചിരിട്ടാക്കാൻ ശ്രമിക്കരുത് സാർ. വിനു ഇസ് നോർമൽ. എന്റെ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് കണക്കിലെടുത്തെങ്കിലും സാറിനെ വിശ്വസിക്കണം. ഈസ് ഓക്കെ. അപ്പോ എന്റെ ഒബ്സർവേഷൻസ് എല്ലാം തെറ്റാണെന്നാണോ സാർ പറഞ്ഞു വരുന്നത്? എന്നല്ല, സാവിത്രിയുടെ കാര്യവും വിനുവിന്റെ കാര്യവും തമ്മിൽ കൂട്ടിക്കുഴയ്ക്കരുത്. നമുക്ക് സാവിത്രിയുടെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കാം. നോ, നോബഡി ക്യാൻ ചേഞ്ച് യുവർ മൈൻഡ്. പക്ഷേ എല്ലാവരും തിരിച്ചറിഞ്ഞ വിനുവിനെ ഇനിയൊരു ഭ്രാന്തനായോട് വെച്ചുകൊണ്ടിരിക്കരുത്. അത് താങ്ങാനുള്ള ശക്തി എനിക്കില്ല. ബെറ്റർ യു മേ ടേക്ക് ലീവ് ആൻഡ് ടേക്ക് റെസ്റ്റ് ഫോർ 2 or 3 വീക്സ്. സാർ, ഞാൻ വീണ്ടും പറയാണ്, സാർ ഇത്രയും ക്രൂരനാകാൻ പാടില്ല. വിനുവിനെ വിടണം. നോ, ഇവിടെ എന്റെ ആവശ്യങ്ങളാണ് വലുത്. മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്ക് വിലയുണ്ട്. വിനുവിനെ രക്ഷിക്കേണ്ടത് എന്റെ ആവശ്യമാണ്. ആൻഡ് ഐ വിൽ ഡു ഇറ്റ്. ഇല്ല, അവൻ രക്ഷപ്പെട്ടാൽ എനിക്ക് എന്റെ മകളെ നഷ്ടപ്പെട്ടു എന്ന് വരും. അത് ഞാൻ അനുവദിക്കില്ല, അറ്റ് എനി കോസ്റ്റ്. പിന്നൊരു കാര്യം, എന്നെ അനുസരിക്കുന്നവർ മാത്രം എന്റെ കൂടെ നിന്നാ മതി. യു മേ ഗോ ആൻഡ് ഡു വാട്ട് എവർ യു വാണ്ട്. ഐ വിൽ ഷോ യു. I will organize the whole mad people here. എല്ലാ ഭ്രാന്തന്മാരെ ഞാൻ സംഘടിപ്പിക്കും. They are all my friends. അല്ല, ഇത് ആശുപത്രിയല്ല, ഭ്രാന്തൻ ചെയ്യില്ല. ജീവിതകാലം മുഴുവൻ ഇതിനകത്ത് പൂട്ടിയിട്ട് കൊല്ലാൻ അവൻ എന്ത് തെറ്റാ ചെയ്തത്? ശരിയാണ്, അവനോട് തെറ്റ് ചെയ്തിട്ടുണ്ട്. അവൻ സാവിത്രി കുട്ടിയെ സ്നേഹിച്ചു പോയി. പക്ഷേ അതിന് ഇത്രയും വലിയൊരു ശിക്ഷ അവൻ കൊടുക്കാമെങ്കിൽ ആദ്യം അതിനും വലിയൊരു ശിക്ഷ സാവിത്രിക്ക് കിട്ടണം. നീയല്ലേ തുടക്കം വിട്ടത്? ഇല്ല കുട്ടി, ഞാൻ നിന്നെ നോക്കാൻ വേണ്ടി പറഞ്ഞതല്ല. എന്റെ വിനുവിനെ രക്ഷിക്കാൻ ഞാൻ ഒരു വഴിയും കാണുന്നില്ല. എന്റെ കൈയും കാലും നാവും എല്ലാം കെട്ടിയിട്ടിരിക്കുകയാണ്. പക്ഷേ എനിക്ക് അവനെ രക്ഷിച്ചേ പറ്റൂ. ഉണ്ണിയെങ്കിൽ വിഷമിക്കണ്ട. അച്ഛൻ വിനുവിനെ ഇവിടുന്ന് വിട്ടാ പോരെ? ഞാൻ ഒന്നുകൂടി അച്ഛനോട് സംസാരിക്കാം. പ്രയോജനമില്ല. അയാളുടെ മനസ്സ് മുഴുവൻ പകയാണ്. പകയുള്ള മനുഷ്യനെ പറഞ്ഞു മനസ്സിലാക്കാൻ പ്രയാസമാണ്. എനിക്കതിന് സാധിക്കും അങ്കിൾ. ഹരിയേട്ടനെ വിവാഹം ചെയ്തോളാന്ന് ഞാൻ സമ്മതിച്ചാ മതി. ഞാൻ അതിന് തയ്യാറാണ്. ഉണ്ണിയങ്കിൾ എനിക്ക് വിധിച്ച ശിക്ഷ അതായിക്കോട്ടെ. വേണ്ട സാവിത്രി കുട്ടി, അരുത്. നീ അതിന് സമ്മതിച്ചാൽ ഒരുപക്ഷെ ഇതിന്റെ വാതിൽ തുറന്നു വരും. പക്ഷെ പുറത്തു വരുന്നത് വിനുവായിരിക്കില്ല, പഴയ ഭ്രാന്തനായിരിക്കും. പിന്നെ ഞാൻ ജീവിച്ചെന്നിട്ട് കാര്യമില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്യണോ അങ്കിൾ? എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. എന്ത് വന്നാലും ഇന്ന് രാത്രി ഞാൻ അവനെ തുറന്നുവിടും. അവൻ എവിടേക്കെങ്കിലും പൊക്കോട്ടെ. പക്ഷേ വിനു പോകുന്നത് ഒറ്റയ്ക്കാവില്ല. തീരുമാനിക്കേണ്ടത് സാവിത്രിക്കുട്ടിയാണ്. പക്ഷെ ഒന്നെനിക്ക് ഉറപ്പുണ്ട്, എവിടെ പോയാലും എന്റെ വിനുവിനും സാവിത്രിക്കുട്ടിക്കും നല്ലതേ വരൂ. എല്ലാ തീരുമാനങ്ങൾക്കും ഒരു അവസാനം ഉണ്ടാകണമല്ലോ. ഇപ്പോ നിന്റെ അവസാനത്തെ തീരുമാനം എന്തെന്നറിയാനാ ഞാൻ വന്നിരിക്കുന്നത്. നീ എന്നെ കുറിച്ച് ഒന്ന് മനസ്സിലാക്കണം. ആരുടെ മുന്നിലും തോൽക്കാൻ ഒട്ടും ഇഷ്ടപ്പെടാത്തവനാണ് ഞാൻ. ജയിക്കാൻ വേണ്ടി ഒരല്പം ക്രൂരത കാണിക്കാനും ഞാൻ മടിക്കില്ല.
എന്റെ മുന്നിൽ രണ്ട് വഴികളേ ഉള്ളൂ. ഒന്നുകിൽ നീ സ്വയം സാവിത്രിയോട് നിന്നെ മറക്കാൻ ആവശ്യപ്പെടുക, അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ ഒരു ഭ്രാന്തനെ പോലെ ഈ സെല്ലിനകത്ത് കഴിയുക. നിങ്ങളുടെ രണ്ട് വഴികളും സ്വീകരിക്കാൻ ഞാൻ തയ്യാറല്ലെങ്കിലോ? ഡോണ്ട് ബി സ്റ്റുപ്പിഡ്. ഒരസുഖമില്ലാത്ത എന്നെ എത്ര കാലം ഒരു ഭ്രാന്തനെ സ്റ്റാമ്പ് കുത്തി നിങ്ങൾ ഈ മുറി പൂട്ടിയിടും? ഒന്നുകിൽ നിന്റെ അവസാനം വരെ, ഇല്ലെങ്കിൽ എന്റെ അവസാനം വരെ. അതിനു മുമ്പ് നിന്നെ ഇതിനകത്തുനിന്ന് രക്ഷപ്പെടുത്താൻ ഒരു പട്ടിക്കും കഴിയില്ലടാ. Nobody can save you. സിസ്റ്റർ റേച്ചൽ, വിനുവിനെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുവരും. ആ വാർഡ് നമ്പർ 3 പൈപ്പിൽ എന്തോ ലീക്ക് ഉണ്ടെന്ന് പറയുന്നു. ആരെങ്കിലും വിളിച്ചത് ശരിയാക്കണം. ശരി സാർ. സാവിത്രി, തണുപ്പല്ലേ, നടക്കണ്ട, കേറിക്കൊള്ളൂ, ഞാൻ കൊണ്ടാക്കാം. ചൊക്കന് എന്നോട് ദേഷ്യമൊന്നുമില്ലല്ലോ?
Call the police. I did it. ഞാനത് ചെയ്തു. ഞാൻ അവനെ കൊന്നു. തിന്ന ചോറിന് നന്ദി കാണിക്കണ്ടേ? സോ ഐ ഡിഡ് ഇറ്റ് ഫോർ യു. നിങ്ങൾക്ക് വേണ്ടി ഞാൻ അവനെ കൊന്നു. ജീവനില്ലാതെ ജീവിക്കുന്ന വിനുവിനെ ആർക്കും ആവശ്യമില്ല. സോ ഐ ഡിഡ് ഇറ്റ് ഫോർ ഹിം. അവന് വേണ്ടി ഞാൻ അവനെ കൊന്നു. ഉണ്ണിയേട്ടാന്ന് വിളിക്കാത്ത വിനുവിനെ എനിക്ക് ആവശ്യമില്ല. സോ ഐ ഡിഡ് ഇറ്റ് ഫോർ മൈസെൽഫ്. എനിക്ക് വേണ്ടി ഞാൻ അവനെ കൊന്നു. ഔട്ട് ഓഫ് ലവ്. ഔട്ട് ഓഫ് ലവ്. ഔട്ട് ഓഫ് ലവ്. $33, $34, $35, $36